സീമ ചേച്ചി എങ്ങനെയിരിക്കുന്നു? സീമ ചേച്ചി ഇപ്പോ 10ാമത്തെ സീമയാണ് ഇപ്പോഴത്തെ സീമ അവള്ളൂരാണ് സരിക. ഈ ഗേൾ ഫാൻസിനോട് എന്താ പറയാ? ജയൻ പറഞ്ഞാൽ ഗേൾ ഫാൻസിന് ഒരു വികാരമാണ്, അതെ, ഒരു ഹരമാണ്. അതെ അതെ, ജയൻ സാറിന്റെ അതുപോലെ തന്നെ ആള് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. ആ പൗരുഷം അതുപോലെ തന്നെ ബോഡി അന്നത്തെ കാലത്ത് 82 കാലങ്ങളിലൊരു ജയൻ സാറിന്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു ആ കാലഘട്ടത്തിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും വയറുള്ള ഒരു സുകുമാരനായാലും മറ്റുള്ളവരൊക്കെ ആ സമയത്താണ് ജയൻ സാറിന്റെ അതെ, സ്റ്റണ്ടിലും എല്ലാത്തിലും ഒറിജിനാലിറ്റി കാണിക്കുന്ന ഒരാൾ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞു ഹെലികോപ്റ്റർ. എന്തായാലും മറ്റേ എന്താ പറയാ ഇന്നും ജയസാർ ജീവിച്ചിരിക്കേണ്ട അറിയോ? അന്ന് വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ ഓർത്ത് വെക്കണം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരാളുടെ മരണത്തിന് ശേഷം ഒരു പ്രബുദ്ധ വ്യക്തിയുടെ ഒരു എന്താ പറയാ ഫിഗർ ഒരുപാട് കലാകാരന്മാരെന്ന് പറയാം, പേരെടുത്ത് എല്ലാവരും എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് കലാകാരന്മാരിലൂടെ അത് പുനഃസൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതിനോട് ഇപ്പൊ താങ്കൾ ആ മേക്ക് ഓവറിലാണ് നിൽക്കുന്നത്, എന്താണ് ആ ലുക്കും ഉണ്ട്, ആ ഒരു ഫിഗർ ഉണ്ട് തോന്നിക്കുന്നുണ്ട് ശരിക്കും. എന്താ തോന്നുന്നത്? എന്താ കാരണം വെച്ചാൽ നമ്മളെ ജയൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതുല്യ പ്രതിഭ, ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. അതിപ്പോ അതെ, ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. ഡയലോഗ് ഉണ്ട്, അതെ, ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്. അപ്പോ ഇപ്പോഴത്തെ പുതുതലമുറകൾക്ക് ജയൻ എന്ന ഈ മഹാപ്രതിഭ ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു നമുക്ക് ഇത്രയും ലൈഫ് കിട്ടിയ വേറെ ആളില്ലല്ലേ? ഇല്ല, ഇപ്പോഴും അത് ഹരമാണ്. അതെ അതെ, മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു നടൻ ആ സിംഹാസനം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അതിൽ വേറൊരു നടന് കയറിയിരിക്കാൻ പറ്റില്ല. അത് നമുക്കിപ്പോ അവർ പറയാനുള്ളത് ഇപ്പോ അതില് നമ്മൾ തെളിയിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവരുടെ ഒരു ബ്ലഡ് കിട്ടി കഴിഞ്ഞാൽ 25 കൊല്ലമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് മകനാണ്. അത് ഫാൻസുകാർക്കൊരു അപമാനമാണെങ്കിൽ ഇതിനൊരു ചർച്ച ചെയ്ത് അത് DNA ടെസ്റ്റ് ചെയ്ത് അത് അല്ലല്ല, അത് റീമേക്ക് ചെയ്താണ്. ആൾക്ക് തൃപ്തി ഇല്ലാണ്ട് രണ്ടാമത് ചെയ്തതാണ്. അങ്ങനെയാണ് അതെ, ആൾക്കത് ഒറിജിനാലിറ്റി കിട്ടിയില്ല. അപ്പൊ ഒന്നും കൂടി സാർ അപ്പൊ എല്ലാവരും പറഞ്ഞു വേണ്ട ചെയ്യാം, അത് ശരിയായിട്ടുണ്ട് എന്നൊക്കെ സഞ്ചാരിയില് അങ്ങനെ സ്റ്റണ്ട് അത് ഉണ്ട്. ഇതിപ്പോ ഇപ്പോഴത്തെ നമുക്കിപ്പോ ജയൻ സാർ ആവാൻ പറ്റിയാലും ആ ഒരു ചെറിയൊരു രൂപത്തിലെങ്കിലും ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനോ ഉല്ലാസപുത്രികൾ, അത് കസ്തൂരിമാൻമിഴി, പിന്നെ കണ്ണുകണ്ണും അതൊക്കെയാണ് ഉല്ലാസപുത്രികള്. വേറെ ജോസാണ് പാടുന്നത്. ഈ ലുക്കിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഈ ലുക്കിലേക്ക് വന്നിപ്പോ കൊറോണയ്ക്ക് ശേഷം ചായ കച്ചവടം മത്സരം വന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ കൊറോണ വന്ന് പെട്ടു, തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചായ കൊണ്ടു കൊടുത്തിരുന്ന. അപ്പോൾ പിന്നെ ചായ കച്ചവടം ഇല്ലാണ്ടായപ്പോൾ കുറേ ആൾക്കാർ വന്നപ്പോൾ എൻ്റെ കച്ചവടം പോയപ്പോഴാണ് ഞാൻ ജയൻ സാറിൻ്റെ വേഷത്തിൽ ചായ കച്ചവടത്തിന് പോയി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ ചായ കുടിച്ചു തുടങ്ങി. അപ്പോൾ ഇപ്പം ചായ വെച്ച് സെൽഫി തൃശ്ശൂര് സിനിമയിൽ കയറാൻ താല്പര്യമുണ്ട്. ഞാൻ ചോദിച്ചു പോയില്ലെന്ന് മാത്രം. നമുക്ക് അറിയാൻ പറ്റുമോ നോക്കാം. ഈ ലുക്കിൽ തന്നെ ചെയ്യാൻ പറ്റും. അതേ ലുക്ക് കിട്ടുന്ന അതേ ലുക്ക് ഷോർട്ട് ഫിലിമിലെ ഈ ഒരു ആ ഒരു ജയൻ സാറിന്റെ മാനറിസം വെച്ച് ചെയ്യാൻ പറ്റും. അതെ, അതിപ്പോ ഒന്ന് രണ്ട് സിനിമകൾ അതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത്, സിനിമക്കുള്ളിലെ അതൊക്കെ ഓവർ ആക്ടിങ് നമ്മളില്ല. കാരണം വെച്ചാൽ ജയ്സൺ അങ്ങനെയൊന്നും ഓവർ ആക്ട് ചെയ്തിട്ടില്ല. അതൊരു കോമഡിക്ക് വേണ്ടി അവർ ചെയ്തു. ഓവറായിട്ടല്ല, നമ്മളാ ഒരു ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഇത്തിരി കൂട്ടി ചെയ്യുന്നത് മാത്രം. ജയ്സാറിന്റെ ഒരു 5 ഷർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒറിജിനൽ. ആള് കിട്ടിയ ഷർട്ട് ജോസ് പ്രകാശിന്റെ മുഖത്താണ്. വലിയ കലാകാരനായി മാറട്ടെ. കത്തി കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാടല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. ഈ ചോര എന്ന് പറയുന്നത് സാധാരണ ഒരു വസ്തുവല്ല, അല്പം വില കൂടിയ വസ്തുവാണ്. ഓക്കെ.